الهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഓരോരുത്തരുമുള്ളത്. പല ആളുകളും പല ആശങ്കകളുമായിട്ടാണ് റമളാൻ അവസാനമാകുമ്പോഴേക്ക് അവരുടെ മനസ്സുകൾ മാറിത്തിരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയിലായിരിക്കും. റമളാൻ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്ന് ബോധ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ സംബന്ധിച്ച പ്രതീക്ഷയിലായിരിക്കും ചിലരൊക്കെ. മറ്റു ചിലർ വലിയ ആശങ്കയിലായിരിക്കും. ഒരു റമളാൻ വന്നു കിട്ടിയതിന് ശേഷവും അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ എന്ന് ഖേദിക്കുകയും അതിനുമപ്പുറം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയും പ്രവാചകൻ്റെ ആമീനും എന്നെ ബാധിക്കുമല്ലോ എന്ന വലിയ ആശങ്കയും ഭയവും ചിലരിലെങ്കിലും ഉണ്ടാകും. ഇതിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയോടുകൂടി ഈ റമളാൻ ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നവരാകണം എന്നതാണ്. നാം ഓരോരുത്തരും അത്തരത്തിൽ പ്രതീക്ഷയുള്ള, ഇതുവഴി സ്വർഗം കരഗതമാക്കും എന്ന് പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടേണ്ടതുണ്ട്
നാഥൻ അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അത് പല രൂപത്തിലാണ് നമുക്ക് ആ സമ്പത്ത് ലഭിക്കുക. ചിലരെങ്കിലും സ്വന്തം പ്രയത്നം കൊണ്ട്, അധ്വാനം കൊണ്ട് നേടിയെടുത്ത അവരുടെ സമ്പത്തായിരിക്കാം. മറ്റു ചില ആളുകൾക്ക് പിതാവ് മരണപ്പെടുക വഴി അനന്തരാവകാശമായി ലഭിച്ച വലിയ ഒരു സമ്പത്തിൻ്റെ ഉടമകളായി മാറിയ ആളുകളുമുണ്ടാകാം. ഇങ്ങനെ പല വിധത്തിൽ അള്ളാഹു ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെക്കുറിച്ച്, ധനത്തിനെക്കുറിച്ച് പറഞ്ഞത് അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ. സമ്പത്തും സന്താനങ്ങളും എന്ന് പറയുന്നത് ഇഹലോക ജീവിതത്തിലെ അലങ്കാരങ്ങളാണ്. ആ അലങ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ആ അലങ്കാരങ്ങൾ എത്രയും നേടിയെടുക്കുന്നതിന് ഇസ്ലാമിൽ ഏതെങ്കിലും വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയില്ല. എത്ര വേണമെങ്കിലും നമുക്ക് സമ്പാദിക്കാവുന്നതാണ്. എത്ര മക്കളെ വേണമെങ്കിലും നമ്മുടെ അനന്തരാവകാശികളായി നമുക്ക് ജനിപ്പിക്കാം എന്നുള്ളത് പോലെ തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ധനം സമ്പാദിക്കാവുന്നതുമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വസ്തുവകകളായിട്ടോ അതുമല്ല എങ്കിൽ മറ്റു നിക്ഷേപങ്ങളായോ സ്വർണമായോ ഒക്കെ ശേഖരിച്ചു വെക്കാനും ഉള്ള അനുവാദം ഈ മതം നമുക്ക് അനുവദിച്ച് നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറ അൽ അഅറാഫിലെ 32-ാമത്തെ വചനം. ഖുൽ, പ്രവാചകരെ അവരോട് ചോദിക്കണം, മൻ ഹറമ സീനത്തല്ലാഹി അല്ലത്തി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ഖ്. മൻ ഹറമ, ആരാണ് നിഷിദ്ധമാക്കിയത്, സീനത്തല്ലാഹി അല്ലത്തി അഖ്റജ ലിഇബാദിഹി, അല്ലാഹു അവൻ്റെ അടിമകൾക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ട, അവർക്ക് നൽകപ്പെട്ട സീനത്ത്. നമ്മൾ നേരത്തെ ധനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദവും സീനത്ത് എന്ന് തന്നെയാണ്. അങ്ങനെ അള്ളാഹു അവർക്ക് അലങ്കാരമായി നൽകിയിട്ടുള്ള, അനുഗ്രഹമായി നൽകിയിട്ടുള്ള ഈ സീനത്തുകളെ ഹറാമാക്കിയവൻ ആരാണ്? നാഥൻ അത് ഹറാമാക്കിയിട്ടില്ല, നിഷിദ്ധമാക്കിയിട്ടില്ല എന്നിരിക്കെ അതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് ആരാണ്? അതേപോലെ തന്നെ വത്വയ്യിബാതി മിനർ റിസ്ഖ്, റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ വിശിഷ്ടമായ ഉപജീവനത്തെ തൊട്ട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന, അതിൽ ഹറാമുകൾ കൊണ്ടുവന്നവർ ആരാണ് എന്ന് റബ്ബ് ചോദിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് അവൻ്റെ ജീവിതത്തിലേക്ക് ശേഖരിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവും ഇസ്ലാം പറയുന്നില്ല. എന്നാൽ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. 34-ാം അധ്യായം സൂറ അസ്-സബയിലെ 39-ാമത്തെ വചനം. കുൽ, പ്രവാചകരെ പറയണം, ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ്റെ റിസ്ഖിനെ, ഉപജീവനത്തിനെ വിശാലമാക്കി നൽകും. വയഖ്ദിറു ലഹു, അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് കുടുസായ ഉപജീവനമായിരിക്കും ലഭിക്കുക. ചിലർക്ക് കണക്കാക്കി അവർക്ക് ജീവിക്കാനുള്ളത് മാത്രം ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനും കഴിയാത്ത വിധം കുടുസ് അനുഭവിക്കുന്ന സമയത്ത് മറ്റു ചില ആളുകൾക്ക് വിശാലമായി അള്ളാഹു ആ റിസ്ഖ് നൽകും. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ റിസ്ഖ്, ഉപജീവനം, അവൻ്റെ അനുഗ്രഹം മനുഷ്യന് അള്ളാഹു നൽകിക്കൊണ്ടേ ഇരിക്കും. എന്നാൽ നമ്മളിങ്ങനെ സമ്പാദിച്ച് നമ്മുടേതാക്കി വെക്കുന്ന ആ ധനത്തിനോട് നമ്മൾ കാണിക്കേണ്ടുന്ന ഒരു കാര്യം റബ്ബ് നമ്മളോട് പറയുന്നത്, റബ്ബ് സുബ്ഹാനഹു വ തആല 5-ാം അധ്യായം സൂറ അൽ മാഇദയിലെ 88-ാമത്തെ വചനം, കുലൂ മിമ്മാ റസഖക്കുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ. നിങ്ങൾ സമ്പാദിക്കുന്നതൊക്കെ ശരിയാണ്, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സമ്പാദിക്കാം. പക്ഷേ നിങ്ങൾ സമ്പാദിക്കുന്നതിലും ആ സമ്പാദിക്കുന്നത് ഉപയോഗപ്പെടുത്തുന്നതിലും നിങ്ങൾ പാലിക്കേണ്ടുന്ന ഒരു മര്യാദയുണ്ട്. അതെന്ത് എന്ന് ചോദിച്ചാൽ, കുലു മിൻ
മിമ്മാ റസഖക്കുമുള്ള, അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനമായി നൽകിയതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കേണ്ടുന്നത് ഹലാലും തൊയ്യിബുമാകണം എന്നതാണ്. എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, സീനത്ത്. പക്ഷേ ആ സമ്പാദിക്കുന്നത് ഹലാലായ മാർഗത്തിലൂടെ ആയിരിക്കണം, അത് തൊയ്യിബുമായിരിക്കണം. അത് നിങ്ങൾ വിനിയോഗിക്കുന്നത് ഹലാലായ മാർഗത്തിലും തൊയ്യിബായ ധനവും ആയിരിക്കണം എന്ന ഒരു നിർദ്ദേശം, ഒരു മര്യാദ പാലിക്കണം എന്ന് വിശ്വാസികളോടായി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സമ്പത്ത് ഹലാലും തൊയ്യിബുമാക്കി മാറ്റുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചിട്ടുള്ള, അതിനെ സംസ്കരിക്കുന്നതിനായി അള്ളാഹു നിർണയിച്ചിട്ടുള്ള വഴിയാണ് സക്കാത്ത് അഥവാ നിർബന്ധ ദാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 9-ാം അധ്യായം സൂറത്ത് തൗബയിൽ 103-ാമത്തെ വചനത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നത്, ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ, പ്രവാചകരെ അവരുടെ ധനത്തിൽ നിന്ന് അവർക്ക് നിർബന്ധമായ ദാനം അവരിൽ നിന്ന് പിടിച്ചെടുക്കണം. എന്തിനാണത്? തുതഹിറുഹും വതുസക്കിഹിം ബിഹ, അതുകൊണ്ട് അവരെ സംസ്കരിക്കുന്നതിനും അവരെ ശുദ്ധീകരിക്കുന്നതിനും വേണ്ടിയാണ്, അല്ലെങ്കിൽ അവർക്ക് വളർച്ചയുണ്ടാകുന്നതിനും വേണ്ടിയാണ് അവരിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുവാനായി അള്ളാഹു കൽപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. സക്കാത്ത് എന്ന് പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ പലർക്കും പല ചിന്തകളാണ് ഉണ്ടാവുക. ചിലർ വിചാരിക്കുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യം എന്നെക്കുറിച്ചല്ല എന്നാണ്, എനിക്ക് ബാധകമായ കാര്യമല്ല ഇനി പറയാൻ പോകുന്നത് എന്ന് ധരിച്ചിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഇരിക്കുന്ന ആളുകളെക്കുറിച്ച് മാത്രമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ചിലർ. മറ്റു ചില ആളുകൾ വിചാരിക്കുന്നത് എന്തോ വലിയ ഒരു സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് എന്നാണ്. എന്തോ വലിയ ഒരു ബാധ്യത, അത് നമ്മുടെ സമ്പത്തിൽ നിന്ന് വലിയ ഒരു ഭാഗം എടുത്തു കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് സൂചിപ്പിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ധാരണകളോട് കൂടിയായിരിക്കും മിക്കവാറും ആളുകൾ ഇരിക്കുക. എന്നാൽ സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിക്കേണ്ട എന്താണെന്നറിയോ? നമ്മൾ പള്ളിയിലേക്ക് വരുന്ന വഴിക്ക്, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പോകുന്ന സമയത്ത് നമുക്ക് ഒരാൾ ഔദാര്യമായ ഒരു 10,000 രൂപ തന്നു. നമ്മളിങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേ നമുക്കൊരാൾ ഒരു 10,000 രൂപ ഔദാര്യമായിട്ട് വെറുതെ തന്നു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ദാ വഴിയിൽ ഇന്ന ആൾ നിൽക്കുന്നുണ്ട്, അവന് ഒരു 250 രൂപ ഇതിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം. ഔദാര്യമായി ലഭിച്ച ആ 10,000 രൂപയിൽ നിന്ന് 250 രൂപ നിങ്ങൾ അയാൾക്ക് കൊടുക്കണം. ബാക്കി 9,750 രൂപയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സഹോദരന്മാരെ, നമ്മളത് കൊടുക്കുമോ ഇല്ലയോ? അത് കൊടുക്കുന്നതിന് എന്തെങ്കിലും വിഷമം, മനസ്സിനൊരു പ്രയാസം നമുക്കുണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. കാരണം എന്താ? എനിക്ക് വെറുതെ കിട്ടിയതാണ്, ഔദാര്യമായിട്ട് എനിക്ക് കിട്ടിയതാണ് ആ പൈസ. അതിൽ നിന്ന് ഒരു 250 രൂപ 2.5% എടുത്തു കൊടുക്കുന്നതിന് ഒരു പ്രയാസവും നമുക്ക് ഉണ്ടാവില്ല. എന്നാൽ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടുന്നത്, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത്, ഉപജീവനം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മുടെ വീക്ഷണം എന്താണ്? നമ്മൾ ഒരു പുതിയ വീടുണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ എഴുതി വെക്കും, ഹാദാ മിൻ ഫളിലി റബ്ബി, ഇല്ലേ? ഹാദാ മിൻ ഫളിലി റബ്ബി. ഒരു വാഹനം വാങ്ങിക്കഴിയുമ്പോൾ പുതിയ വാഹനത്തിൻ്റെ പിന്നിൽ നമ്മൾ നല്ല മൊഞ്ചിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കും, ഹാദാ മിൻ ഫളിലി റബ്ബി. എന്താ എഴുതി വെച്ചത്? ഹാദാ മിൻ ഫളിലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. വാഹനത്തിൽ എന്താ എഴുതി വെച്ചത്? ഹാദാ മിൻ ഫളിലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. ഔദാര്യമാണ് എന്ന് വാഹനത്തിലും ഭവനത്തിലും എഴുതി വെക്കുന്ന നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ മറന്നുപോയി. നമ്മളെന്താ വിചാരിച്ചത്? ധനത്തിൻ്റെ സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് എടുത്തു കൊടുക്കുക, ഇതെൻ്റെ അധ്വാനത്തിലൂടെ നാം നേടിയെടുത്തതിൽ നിന്ന് എങ്ങനെയാണ് ഇതെടുത്ത് കൊടുക്കുക എന്നുള്ള മാനസിക വിഷമമാണ് പലർക്കും ഉണ്ടാവുക. എന്നാൽ നമ്മൾ വീടുകളിൽ എഴുതി വെക്കുന്നത് ഹാദാ മിൻ ഫളിലി റബ്ബി. എന്താ പ്രശ്നം എന്നറിയോ? ബാക്കി വായിക്കാൻ നമ്മൾ മറന്നുപോയി. ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ, ആ എഴുതി വെച്ചതിൻ്റെ ബാക്കി ഉണ്ടല്ലോ, നമ്മൾ വാഹനത്തിൻ്റെ പിന്നിൽ എഴുതിയ സ്റ്റിക്കറിൻ്റെ ബാക്കി, വീടിൻ്റെ മുന്നിൽ ഒട്ടിച്ച സ്റ്റിക്കറിൻ്റെ ബാക്കി, ലിയബ്ലുവനി, ഈ ഔദാര്യം എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്.
എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അഷ്കുർ, നീ അതിൻ്റെ നിർബന്ധ ബാധ്യത അതിൻ്റെ അവകാശികൾക്ക് നൽകിയിട്ട് നീ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവനാകുമോ, അതല്ല അക്ഫുർ, നന്ദികേട് കാണിക്കുന്നവനാകുമോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ വാചകം പകുതി അടർത്തി നമ്മൾ എഴുതി വെച്ചു. അപ്പോൾ നമുക്കറിയാം ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന്. എന്നാൽ ആ ഔദാര്യത്തിൽ നിന്ന് ഒരു വിഹിതം നൽകണം എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സ് സങ്കുചിതമായി പോകുന്നുണ്ട് എങ്കിൽ നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു താക്കീത് നമ്മൾ വായിക്കണം. 3-ാം അധ്യായം സൂറ ആലി ഇമ്രാനിലെ 180-ാമത്തെ വചനം, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളലി. നോക്കൂ, നിങ്ങൾ അവിടെയും പ്രയോഗിച്ച ആ പ്രയോഗം, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളലിഹി ഹുവ ഖൈറുൻ ലഹും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഫളിലിൽ, നോക്ക്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഔദാര്യത്തിൽ നിന്ന് അർഹതപ്പെട്ട വിഹിതം അർഹതപ്പെട്ട ആൾക്ക് എടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതിനാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വലാ യഹ്സബന്ന, നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ ഇതൊക്കെ നല്ലതിനാണ്. എന്ത്? അള്ളാഹു നൽകിയ ഔദാര്യത്തിൽ നിന്ന് അവൻ പറഞ്ഞ ഒരു വിഹിതം പറയപ്പെട്ട ആളുകൾക്ക്, അർഹതപ്പെട്ട ആളുകൾക്ക് നൽകാൻ പറയുമ്പോഴേക്ക് പിശുക്ക് കാണിക്കുന്നുണ്ട് എങ്കിൽ, മനസ്സ് സങ്കുചിതമായി തോന്നുന്നുണ്ട് എങ്കിൽ, മനസ്സിന് വിഷമം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഇതൊന്നും നല്ലതിനാണെന്ന് വിചാരിക്കണ്ടേ. എന്നിട്ട് പടച്ച റബ്ബ് പറയാ, ബൽ ഹുവ ശർറുൻ ലഹും, അവർക്കത് തിന്മയാണ്, അവർക്കത് മോശമായിട്ടാണ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലം അവർ അനുഭവിക്കേണ്ടി വരും എന്ന ഒരു താക്കീത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണുവാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ സമ്പത്തിൻ്റെ കാര്യം പറയുമ്പോഴേക്ക് അതൊരു ഔദാര്യമാണ് എന്ന് മനസ്സിന് ബോധ്യപ്പെടുത്തിയ നമ്മൾ തന്നെ അതിൻ്റെ സക്കാത്തിൻ്റെ കാര്യം പറയുമ്പോഴേക്ക്, അതിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടുന്നതിൻ്റെ കാര്യം പറയുമ്പോഴേക്ക് പല ഒഴിവ് കഴിവുകളും പറഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണ് എങ്കിൽ പലപ്പോഴും നമ്മൾ ആലോചിക്കുക എന്താണെന്ന് പറയുക, ഇതിനൊന്നും ഞാനായിട്ടില്ല, ഇതൊക്കെ വേറെ ആരൊക്കെയോ കൊടുക്കേണ്ടതാണ് എന്ന ചിന്തയാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. അങ്ങനെ പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് അതിന് കുതന്ത്രങ്ങൾ മെനഞ്ഞ് നമ്മുടെ സംശയങ്ങൾ എപ്പോഴും എന്തിനാണ്ടാവുക? സക്കാത്ത് എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് സംശയം. എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു സംശയമില്ല, കാരണം വ്യക്തമായി എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ ഉണ്ടെങ്കിലാണ് സാധാരണ ഈ സർക്കാർ ജീവനക്കാർ ഇൻകം ടാക്സ് കണക്ക് കൂട്ടുന്നത് പോലെയാ, എങ്ങനെ ഇത് കൊടുക്കാതിരിക്കാമെന്നാണ് ആലോചിക്കുക അല്ലേ? സർക്കാർ ജീവനക്കാരായിട്ടുള്ള ആളുകൾക്കറിയാം എന്തൊക്കെ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് മാറ്റാൻ കഴിയുന്നത് എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കിയിട്ട് അതെല്ലാം കൊണ്ടുവന്ന് വെക്കും. സ്വന്തം വീട്ടിൽ താമസിക്കുന്നവനാണെങ്കിലും വാടക ചീട്ടിൻ്റെ കരാർ വെക്കും. ഇതുപോലെ തന്നെയാണ് സക്കാത്തിൻ്റെ കാര്യത്തിലും മനുഷ്യന്മാർ കാണിക്കുക. അള്ളാഹു നൽകിയ ഔദാര്യത്തിൽ നിന്ന് എങ്ങനെ ഒഴിവായി മാറാം എന്ന ആലോചനയാണ് പലപ്പോഴും പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ കുതന്ത്രങ്ങൾ, തന്ത്രങ്ങൾ മെനയുന്ന ആളുകളോട് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു തോട്ടക്കാരുടെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 68-ാം അധ്യായം സൂറ അൽ ഖലമിലെ 17 മുതൽ തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹു ഇങ്ങനെ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന. ആ തോട്ടക്കാരെ പരീക്ഷിച്ചതുപോലെ നാം അവരെ പരീക്ഷിക്കും കേട്ടോ. ഇന്നാ ബലൗനാഹും, നാം അവരെ പരീക്ഷിക്കും, കമാ ബലൗനാ അസ്ഹാബൽ ജന്ന, ആ തോട്ടക്കാരെ പണ്ട് പരീക്ഷിച്ചതുപോലെ. ഇത് അഖ്സമു ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. അവരെന്താ തീരുമാനിച്ചത് എന്നറിയോ? അവർ പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിച്ചത്, നമുക്ക് വെളുപ്പിനെ പോയിട്ട് രാവിലെ പോയിട്ട് ആളുകൾ ഉണരുന്നതിന് മുമ്പ് തോട്ടത്തിലെ വിളവുകളെല്ലാം മുറിച്ചെടുക്കാമെന്ന്. മുഫസ്സിറുകളായ ആളുകൾ ആ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് പറയുന്നതായി കാണാൻ സാധിക്കും. ഇത് യമനിലുള്ള ഒരു ഔദാര്യവാനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ സന്തതികളെ സംബന്ധിച്ചിടത്തോളമാണ് ഇത് പറയുന്നത് എന്ന്. അദ്ദേഹം ഈ തോട്ടത്തിൻ്റെ യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത് ഔദാര്യവാനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് വിളവെടുക്കുന്ന സമയത്ത് സാധുക്കളായ ആളുകൾക്ക്, ചോദിച്ചു വരുന്ന ആളുകൾക്ക് അതിൽ നിന്ന് ഒരു വിഹിതം അദ്ദേഹം മാറ്റിവെക്കുകയും അവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം മക്കൾ അനന്തരാവകാശമായി അദ്ദേഹത്തിൻ്റെ തോട്ടം ഉടമപ്പെടുത്തിയ സമയത്ത് അവർ വിചാരിച്ചത് എന്താണെന്നറിയോ? നമ്മളിങ്ങനെ നയിച്ചുണ്ടാക്കിയ ഈ തോട്ടത്തിലെ വിളവിൽ നിന്ന് വിളവെടുക്കുന്ന സമയത്ത് എന്തിനാണ് ഇവർക്കൊക്കെ കൊടുക്കുന്നത്? അതുകൊണ്ട് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. അതിന് ഇവരെല്ലാം നേരം വെളുത്ത് ആ തോട്ടത്തിലെ വിളവിന് വരുന്നതിന് മുൻപ്, സുബഹിക്ക് മുമ്പ് തന്നെ പോയിട്ട് വിളവെടുത്ത് കളയാം എന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെ അവർ വിളവെടുക്കുന്നതിന് വേണ്ടി
ആ തോട്ടത്തെ സമീപിച്ച സമയത്ത് ഫത്വാഫ അലൈഹ ത്വായിഫും മിൻ റബ്ബിക വഹും നായിമുൻ, അവരറിഞ്ഞില്ല. ഫത്വാഫ അലൈഹ ത്വായിഫും മിൻ റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു സൈന്യം ആ തോട്ടത്തെ ചുറ്റി അതിനെ നശിപ്പിച്ചു കളഞ്ഞ കാര്യം, വഹും നായിമൂൻ, അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അതിനെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞ കാര്യം അവർ മനസ്സിലാക്കിയില്ല. തോട്ടത്തിൽ വന്നു നോക്കുമ്പോഴാണ് വിളവെടുത്ത് അതിൻ്റെ തണ്ടുകൾ ഒടിഞ്ഞു വീണ നിലയിൽ ആ തോട്ടത്തെ അവർ കാണുന്നത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതിൽ നിന്ന് ഒരു വിഹിതം നൽകേണ്ടവർക്ക് നൽകാത്തത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ പിടികൂടിയതാണ് എന്ന്. സഹോദരന്മാരെ, ഈ രൂപത്തിൽ ഒരു പക്ഷേ ചെറിയ ഒരു വിഹിതം നൽകാത്തതിൻ്റെ പേരിൽ നമ്മുടെ സമ്പത്തിനെ ഒന്നാകെ അള്ളാഹു കടന്നു പിടിച്ചേക്കാം. വലിയ പരീക്ഷണങ്ങൾ കൊണ്ട് നമ്മെ അള്ളാഹു പരീക്ഷിച്ചേക്കാം. നമുക്ക് ബോധ്യമാകുന്നില്ലേ? ഒരു വെള്ളപ്പൊക്കം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട അത് മുന്നിൽ കണ്ട നമ്മൾ, അതിനുശേഷം ഒരു മഹാമാരി കൊണ്ട് ലോക്ക്ഡൗണായി. എന്തൊക്കെയായിരുന്നു ഓരോരുത്തരുടെയും പ്രതീക്ഷ? കച്ചവടത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്തായിരുന്നു? നാളെ എൻ്റെ കച്ചവടം 1 വർഷം കഴിയുമ്പോഴേക്ക് ഇന്ന രൂപത്തിൽ വ്യവസ്ഥാപിതമായി വളർന്ന് ഞാനൊരു ധനികനാകും എന്ന് വിചാരിച്ച ആളുകളെല്ലാം ഒരു ചെറിയ വൈറസ് വന്നപ്പോഴേക്ക്, അതിൻ്റെ വ്യാപനം ഉണ്ടായപ്പോഴേക്ക് ഒന്നിനും കഴിയാതെ വീട്ടിൽ അടച്ചിരിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, പടച്ച റബ്ബിന് നിസാരമായ ഒരു വൈറസിനെ കൊണ്ട് നമ്മെ അടക്കിയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണ്ടേ? അതിനെയൊക്കെ നേരിൽ കണ്ട നമ്മൾ ഇനിയും കുതന്ത്രം പ്രയോഗിക്കുകയാണ് എങ്കിൽ, സകാത്ത് കൊടുക്കാതിരിക്കാനുള്ള വഴിയെക്കുറിച്ചാണ് ഇപ്പോഴും ആലോചിക്കുന്നത് എങ്കിൽ, അള്ളാഹു പറയണം, ആ അസ്ഹാബുൽ ജന്ന ഉണ്ടല്ലോ, ആ തോട്ടക്കാരുണ്ടല്ലോ, ആ തോട്ടക്കാരുടെ അവസ്ഥ നിങ്ങൾക്ക് വരുന്നതിനെ തൊട്ട് നിങ്ങൾ ഭയപ്പെടണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ താക്കീത് ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. ഇഹലോകത്ത് തന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണമുണ്ടാകും, ശിക്ഷയുണ്ടാകും എന്നതിനെക്കുറിച്ചുള്ള ഭയം സകാത്ത് നൽകുന്ന കാര്യത്തിൽ നമുക്ക് ഉണ്ടാവണം. രണ്ടാമത്തത്, ഇഹലോകത്തിനപ്പുറം പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരക്കാർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. 9-ാം അധ്യായം സൂറ തൗബയിലെ 34-35 വചനങ്ങൾ. വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും കൂമ്പാരമായി ശേഖരിച്ചു വെക്കുന്ന ആളുകളുണ്ടല്ലോ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ചിലവാക്കേണ്ടുന്ന വിധം ചിലവാക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫബശ്ശിർഹും, പ്രവാചകരെ അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളണം, ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ കൊണ്ട്. വേദനാജനകമായ ശിക്ഷ കൊണ്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. എന്നിട്ട് എന്താണ് ആ ശിക്ഷ എന്നുകൂടി വിശദീകരിച്ചു. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബഹും വളുഹൂറഹും, അവർ ഉണ്ടാക്കി വെച്ച, അവർ തങ്ങളുടേത് എന്ന് കരുതി വെച്ച, മക്കൾക്ക് വേണ്ടി കരുതി വെച്ച ആ സ്വർണം വെള്ളിയുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ നരകത്തിൽ വെച്ച് ഉരുക്കി അതിനെ പരത്തിയെടുക്കുകയും എന്നിട്ട് അവരുടെ നെറ്റിയിലും, ജിബാഹുഹും അവരുടെ നെറ്റിയിലും, വജുനൂബഹും അവരുടെ പാർശ്വങ്ങളിലും, വളുഹൂറഹും അവരുടെ മുതുകുകളിലും അള്ളാഹു അതുകൊണ്ട് ചൂടുവെക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നതായി കാണുവാൻ സാധിക്കും. എന്നിട്ട് അവരോട് പറയും അത്രേ, ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും, ഇതാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശേഖരിച്ചു വെച്ചത്, ഫദൂഖു മാ കുൻതും തക്നിസൂൻ, അപ്പോൾ എന്താണോ നീയൊക്കെ കരുതി വച്ചിരുന്നത് ഇപ്പോൾ അത് ആസ്വദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് വലിയ ശിക്ഷക്ക് പാത്രീഭൂതരാകും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഹുല്ലാഹു മാലൻ, ഒരാൾക്ക് അള്ളാഹു ധനം നൽകി, സമ്പത്ത് നൽകിയതിന് ശേഷം ഫലം യുഅദ്ദി സകാത്തഹു, അവൻ അതിൻ്റെ സകാത്ത് നൽകാതിരുന്നാൽ മുസ്തില ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ അഖറ, ആ കൊടുക്കാത്ത സമ്പത്തിനെ അള്ളാഹു ഒരു പാമ്പിൻ്റെ, ശുജാഅൻ അഖറ, വിഷം ഇരുന്ന് മൂത്തിട്ട് നരച്ച ഒരു പാമ്പിൻ്റെ രൂപത്തിലേക്ക് അവൻ്റെ ധനത്തെ അള്ളാഹു മാറ്റിക്കളയും. ലഹു സബീബത്താൻ, അതിന് 2 തേറ്റകൾ ഉണ്ടാകും. 2 ഫണങ്ങളുള്ള ഒരു പാമ്പായി റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ സകാത്ത് കൊടുക്കാത്ത സമ്പത്തിനെ മുഴുവൻ മാറ്റിക്കളയും. എന്നിട്ടോ യുതവ്വിഖുഹു യൗമൽ ഖിയാമ,
പരലോകത്ത് വരുമ്പോൾ അതവൻ്റെ കഴുത്തിൽ മാലയായി ചുറ്റിയിട്ട് കൊടുക്കും. എന്നിട്ട് ആ 2 തേറ്റകളും കൊണ്ട് അവൻ സകാത്ത് നൽകാത്തവൻ്റെ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയും അത്ര സുമ്മയക്കൂൽ അന മാലുക അന കൻസുക, നീ കൊടുക്കാതെ ആ കൂട്ടിവെച്ചിരുന്ന നിന്റെ സമ്പത്തുണ്ടല്ലോ ഞാനാണ്, നീ നിധിയായി കരുതി വെച്ചിരുന്നതുണ്ടല്ലോ, മക്കൾക്ക് എന്ന് കരുതി വെച്ചിരുന്ന സാധനമുണ്ടല്ലോ, അത് ഞാനാണ്, ഇപ്പോൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറയുന്നതായി കാണുവാൻ സാധിക്കും. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം എത്രയാണെന്നറിയോ? നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കല്യാണങ്ങൾ നോക്കിയാൽ മതി. ഗ്രാമുകളും പവനുകളും ഒക്കെ പറയുന്നതിനപ്പുറത്തേക്ക് കിലോ പറഞ്ഞ് പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ അത്രയും ഒക്കെ ധരിച്ച് പെൺകുട്ടികൾ വിവാഹത്തിന് വരുന്ന, അത് സമ്മാനമായോ ഒക്കെ നൽകിയിട്ട് അതിൻ്റെ അവകാശികളായി അതൊക്കെ കൊണ്ടുപോയി ലോക്കറിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സഹോദരിമാരുണ്ട്. അതിൻ്റെ സക്കാത്ത് കൊടുക്കാതെ അതങ്ങനെ കെൻസായി അവരുടെ വീടുകളിൽ അങ്ങനെ ഇരിക്കണം. അവർ വിചാരിച്ചിരിക്കുന്നത് അതിൻ്റെ ഒന്നും കൊടുക്കേണ്ടതില്ല എന്നാണ്. വാപ്പ വാങ്ങിച്ചു തന്നതായതുകൊണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് വാങ്ങി തന്നതായതുകൊണ്ട്. എന്നാൽ അതിൻ്റെ ബാധ്യത, അതിൻ്റെ അവകാശി ആരാണോ അവർക്കാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ പെൺമക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. ഈ ഒരു അവസ്ഥ ഉണ്ടാകും പരലോകത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് 2 സ്ത്രീകൾ കടന്നു വന്നു. ഒരു ഉമ്മയും ഒരു മകളും കടന്നു വന്നു. മകളുടെ കയ്യിൽ 2 വളകൾ ഉണ്ടായിരുന്നു, നല്ല കട്ടിയുള്ള 2 വളകൾ എന്ന് ഹദീസിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇതിൻ്റെ സക്കാത്ത് കൊടുത്തതാണോ? ഇതിൻ്റെ സക്കാത്ത് കൊടുത്തതാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല പ്രവാചകരെ, കൊടുത്തിട്ടില്ല. പ്രവാചകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അയസുറുക്കി അൻ യുസവ്വിറക്കില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നിനക്ക് പരലോകത്ത് അണിയിക്കപ്പെടുന്നതിനെ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ബിഹിമാ യൗമൽ ഖിയാമത്തി സിവാറൈനി മിന്നാർ, നരകം അല്ലെങ്കിൽ തീ കൊണ്ടുള്ള 2 വളകൾ നിന്റെ കൈകളിൽ ഇതിന് പകരമായി, ഇതിന് സക്കാത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ അല്ലാഹു നിനക്ക് അണിയിക്കപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറയുമ്പോഴേക്ക് ആ സക്കാത്ത് എടുത്തു കൊടുക്കാൻ തയ്യാറാകുന്ന അവസ്ഥ നമുക്ക് ഹദീസുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരോട്, ഉമ്മമാരോട്, പെങ്ങന്മാരോട്, ഭാര്യമാരോട് അവർ കരുതി വച്ചിരിക്കുന്ന ആ സ്വത്തിൽ നിന്ന്, അവരുടെ സ്വർണത്തിൽ നിന്ന് അതിൻ്റെ നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സക്കാത്ത് നൽകണം എന്ന് അവരെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ സക്കാത്ത് കൊടുക്കാൻ തയ്യാറായി പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് നമുക്ക് സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇതിപ്പോൾ ചില ആളുകൾക്കെങ്കിലും സക്കാത്ത് കൊടുക്കേണ്ടതാണ് എന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും. ആ ഒരു തോന്നലോടുകൂടി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പോകുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 268-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ വയഅ്മുറുകും ബിൽ ഫഹ്ശ. പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ശൈത്താൻ വരും, വയഇദുകുമുൽ ഫഖർ, എന്നിട്ട് ശൈത്താൻ നമ്മളെ ഇങ്ങനെ വാഗ്ദാനം ചെയ്യുന്നത് ഫഖർ, ദാരിദ്ര്യത്തെക്കുറിച്ചായിരിക്കും. എങ്ങനെയാണ് അപ്പോൾ കൊടുക്കുക? എത്ര പെൺകുട്ടികളാണ് നിനക്ക് വളർന്നു വരുന്നത്? നിനക്കൊരു വീടുണ്ടോ? വാടക വീട്ടിലല്ലേ ഇപ്പോഴും താമസം, ഇല്ലേ? മക്കൾ എത്രയാണ് വളർന്നു വരുന്നത്? അവരെയൊക്കെ പഠിപ്പിക്കണ്ടേ? അവരെ വിവാഹം ചെയ്തയക്കണ്ടേ? എത്രയാ ചെലവിന് വരാനിരിക്കുന്നത്? അതുകൊണ്ട് ഇത് നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് ജിന്നിൽപ്പെട്ട ശൈത്താനും മനുഷ്യന്മാരിൽപ്പെട്ട ശൈത്താനും നമ്മളെ ഇങ്ങനെ വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കും. മനുഷ്യന്മാരിൽപ്പെട്ട ശൈത്താൻ ആരൊക്കെയാണെന്നറിയോ? വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാര്യ, സക്കാത്ത് കൊടുക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഭാര്യ ആയിരിക്കും 1-ാമത്തെ ശൈത്താൻ. എന്താ നമ്മുടെ ഒരു അവസ്ഥ? ഇതിന്ന് എടുത്ത് കൊടുക്കാൻ പോണോ നിങ്ങൾ? അല്ലേ? എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണ്ടേ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് ഭാര്യയാകുന്ന ശൈത്താൻ. പിന്നെയോ സഹോദരങ്ങളാകുന്നത് വേറെ, സഹപ്രവർത്തകർ വേറെ. ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഇൻകം ടാക്സ് ഒക്കെ കൊടുക്കുന്ന നമുക്ക്, പ്രൊഫഷണൽ ടാക്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സർക്കാർ ജീവനക്കാരൊക്കെ 2500 രൂപ അവരുടെ പ്രൊഫഷണൽ ടാക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ടാകും. കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്താണെന്നറിയോ? അത് കൊടുത്തില്ലെങ്കിൽ അടുത്ത മാസം ശമ്പളം കിട്ടൂല. ആ 2500 ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു വർഷത്തെ ചിലവ് കഴിച്ച് അവൻ്റെ പൈസ കൂട്ടി നോക്കുമ്പോൾ സക്കാത്ത് കൊടുക്കാൻ അത് കൊടുക്കൂല. കാരണം ദാരിദ്ര്യം ഉണ്ടായിപ്പോവും. നാളെ പരലോകത്ത് പടച്ച റബ്ബ് നോക്കൂ നിങ്ങളെ, പിശാച് നമ്മളെ ഇങ്ങനെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയും, എന്നാൽ അള്ളാഹു എന്താ ചെയ്യുന്നതെന്നറിയോ? വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫളൻ. അള്ളാഹു അവൻ്റെ ഔദാര്യത്തെക്കുറിച്ചും അവൻ്റെ
പുറത്തു തരലിനെ കുറിച്ചുമാണ് നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വേണ്ട എന്നുള്ളിടത്താണ് നമ്മൾ. പടച്ചോൻ്റെ മഗ്ഫിറത്തോ അത് ഞാൻ തൗബ ചെയ്തിട്ട് വാങ്ങിക്കോളാം, ഫളിലോ അതെന്തായാലും കിട്ടും. കാരണം എന്താണെന്നറിയോ, ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന നമുക്കൊക്കെ അറിയാം. ഇബ്രാഹിം നബി പണ്ട് ചോദിച്ചു പടച്ചവനോട്, പടച്ചവനെ വിശ്വസിച്ച ആളുകൾക്ക് നീ റിസ്ക് കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു വിശ്വസിച്ചവർക്കും കൊടുക്കും വിശ്വസിക്കാത്തവർക്കും കൊടുക്കും എന്ന്. അപ്പോൾ നമുക്ക് ആ ആയത്തറിയാം, അതുകൊണ്ട് നമുക്ക് കിട്ടുമെന്ന് നല്ല ധാരണ ഉണ്ട്, തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷെ അത് പോരല്ലോ സഹോദരന്മാരെ. ഇവിടുന്ന് പരലോകത്തേക്ക് ചെല്ലണ്ടേ? അവിടെ ചെന്നാൽ അനുഭവിക്കേണ്ടതിനെക്കുറിച്ച് കൃത്യമായ താക്കീത് പടച്ചറപ്പ് നൽകിയിട്ട് ശൈത്താൻ്റെ പാത പിന്തുടർന്ന് നിങ്ങൾ കൊടുക്കാതെ പോവുകയാണ് എങ്കിൽ എന്താ നമ്മളെക്കുറിച്ച് പറയേണ്ടത്? നമ്മളെക്കാൾ വലിയ നഷ്ടക്കാര് വേറെ ആരാണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ഇനിയോ നമസ്കാരത്തിന് കൃത്യമായിട്ട് വരും. എന്തൊരു ശ്രദ്ധയാണതിൽ, എന്തൊരു ജാഗ്രതയാണ് നമസ്കാരത്തിൻ്റെ ജമാഅത്തിൻ്റെ കാര്യത്തിൽ നമുക്കുള്ളത്. പക്ഷേ അത്ര ജാഗ്രത എന്തുകൊണ്ടാണ് സക്കാത്തിൻ്റെ കാര്യത്തിൽ ഇല്ലാത്തത്? പലപ്പോഴും ഇസ്ലാം കാര്യങ്ങൾ ഇങ്ങനെ എണ്ണിപ്പോകുമ്പോൾ ഷഹാദത്തും നമസ്കാരവും കഴിഞ്ഞിട്ട് സക്കാത്ത് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് നോമ്പുക്ക് ചാടുക ചെയ്യുക. നമസ്കാരത്തിന് കാണിക്കുന്ന ജാഗ്രത, പിന്നെ നോമ്പിന് കാണിക്കുന്ന ജാഗ്രത നടുക്കുള്ള സക്കാത്തിനില്ലാതെ പോയി. എന്താ സംഭവിച്ചത്? വിശുദ്ധ ഖുർആനിൽ 28 സ്ഥലങ്ങളിലാണ് നമസ്കാരത്തിലേക്ക് ചേർത്ത് അക്കീമുസ്സലാത്ത വആത്തു സക്ക യുഖീമൂന സലാത്ത വയൂത്തൂന സക്കാത്ത മുഖീമുസ്സല എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായി നമസ്കാരത്തെയും സക്കാത്തിനെയും ചേർത്ത് പറഞ്ഞ 28 സ്ഥലങ്ങളാണുള്ളത്. എന്നിട്ടും നമസ്കാരത്തിന് കൊടുക്കുന്ന ആ ഒരു ജാഗ്രതയും ശ്രദ്ധയും സക്കാത്തിൻ്റെ കാര്യം വരുമ്പോൾ എന്തേ നമുക്കില്ലാതെ പോയത്? വേറെ ചില ആളുകളുടെ കുതന്ത്രം എന്താണെന്നറിയോ? അവരിങ്ങനെ ആലോചിക്കും, ഞങ്ങൾ ഇടക്കിടക്കൊക്കെ 500ഉം 1000ഉം ഒക്കെ ആയിട്ട് പലർക്കായിട്ട് കൊടുക്കാറുണ്ട്, അതെല്ലാം കൂടി അവസാനം കൊണ്ടുവന്നിട്ട് സക്കാത്തിൽ ഇതിപ്പോൾ ബറാബർ ആയി, സക്കാത്തും കണക്കാക്കി ഇതും കൊടുത്തതും നോക്കുമ്പോഴത്തേക്കിന് എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയും ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും സക്കാത്തിൽ പെടില്ല, അതൊക്കെ സ്വതക്കേല പെടുക. നിങ്ങൾ നമസ്കാരത്തിൽ ഇങ്ങനെ സൗകര്യമുള്ള സമയത്ത് ഒരു 2 റക്അത്ത് നമസ്കരിച്ച് വെച്ചു, എന്നിട്ട് അസറായപ്പോഴത്തേക്കിന് നേരത്തെ ഞാൻ 2ഉം അതിനുശേഷം 2ഉം നമസ്കരിച്ചിനി, അത് അസർക്ക് അങ്ങോട്ട് എഴുതി കൂട്ടല. അങ്ങനെ ഉണ്ട് ഒരു നമസ്കാരം. പിന്നെ അങ്ങനെ ഉണ്ടാവും ഒരു സക്കാത്ത്. വീട്ടിൽ ആരെങ്കിലും ചോദിച്ചു വരുമ്പോൾ അവർക്ക് പൈസ കൊടുത്തു, ഒരു 500 രൂപ അയാൾക്ക് കൊടുത്തു. അല്ലെങ്കിൽ സാധുക്കളായ ആരുടെയെങ്കിലും കല്യാണത്തിന് വിളിച്ചാൽ അവിടെ കൊണ്ടുപോയി 500 രൂപ കൊടുക്കുന്നത് പോലും സക്കാത്തിൽ നിന്ന് വകമാറ്റി എഴുതുന്ന ബിരുദന്മാരുണ്ട്. ആരെയാണ് പറ്റിക്കുന്നത്? പടച്ചുറപ്പിനെ, നിങ്ങളുടെ ഉള്ളറിയുന്ന റബ്ബിനെ. നിങ്ങൾക്ക് ഇത് ഔദാര്യമായി തന്ന റബ്ബിനെയാണോ ഈ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? സക്കാത്ത് കമ്മിറ്റീൻ്റെ വേണമെങ്കിൽ പറ്റിക്കാം, അത് മനുഷ്യന്മാരാണ്, ഗൈബറിയില്ല, സാധുക്കൾ. പള്ളി കമ്മിറ്റിക്കാരെ പറ്റിക്കാം നമുക്ക്, അയൽവാസികൾ ചോദിച്ചാലും പറയാം കൊടുത്തിക്കണെന്ന്. പക്ഷെ എങ്ങനെ പടച്ച റബ്ബിൻ്റെ മുന്നിൽ കഴിച്ചിലാവുക? നമ്മൾ കൊടുത്തതും കൊടുക്കാത്തതും നമ്മുടെ ഉള്ളറിയുന്ന റബ്ബിൻ്റെ മുമ്പിൽ എന്ത് പറഞ്ഞിട്ടാണ് രക്ഷപ്പെടുക? അങ്ങനെ ഒരു ചിന്ത വേണ്ടേ നമുക്ക്? ഈ റമദാനിലെങ്കിലും നമ്മുടെ മനസ്സിനെ, മലീമസമായ മനസ്സുകളെ ശുദ്ധമാക്കി ഇരിക്കുന്ന, വിശപ്പിൻ്റെ വില അറിയുന്ന, പ്രയാസങ്ങൾ അറിയുന്ന നമുക്ക് ആ പ്രയാസം ജീവിതത്തിൽ എല്ലാ സമയത്തും കൊണ്ടു നടക്കുന്നവൻ്റെ വേദന മനസ്സിലാക്കാൻ ഈ റമദാനിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ഇനി അങ്ങനെ ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് എത്രയാണ് കൊടുക്കേണ്ടത് എന്ന ചിന്ത വരിക. അവിടെ ഇസ്ലാം കൃത്യമായ ചില കണക്കുകൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ലഉഖാത്തിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക, ആരെങ്കിലും നമസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും കാര്യത്തിൽ ഒരു വേർതിരിവ് കാണിക്കുകയാണെങ്കിൽ അവനുമായി ഞാൻ യുദ്ധം ചെയ്യും എന്ന്. നമസ്കാരത്തിന് കൊടുക്കുന്ന അത്ര പ്രാധാന്യം സക്കാത്തിന് കൊടുക്കാതെ അങ്ങനെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അപ്പോൾ അത് കൊടുക്കാനുള്ള മനസ്സ് നമ്മളിലേക്ക് വരുമ്പോൾ എത്ര കൊടുക്കണം എന്ന ചിന്ത ഉണ്ടാകും. യഥാക്രമം സക്കാത്ത് എന്ന് പറയുന്നത് 2.5, 5, 10, 20% കൊടുക്കേണ്ടത്. പലതിനാണ് കേട്ടോ. 2.5% എന്ന് പറയുന്നത് ധനത്തിൻ്റെയും വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും ധനത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും ഒക്കെ സക്കാത്താണ്. നമ്മുടെ ശമ്പളം ഒക്കെ കണക്കാക്കുന്നത്, നമ്മുടെ വരുമാനമൊക്കെ കണക്കാക്കുന്നത് വെള്ളിയുടെ കണക്ക് വെച്ചിട്ടാണ്. വെള്ളി എന്ന് പറയുന്നത് 5 ഊക്കിയാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലൈസ ഫീമാ ദൂന ഖംസി അവാഖിം മിനൽ വറഖി സദഖ. 5 ഊക്കിയയിൽ താഴെ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അവന് സ്വതക്കല്ല. 5 ഊക്കിയ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. 5 ഊക്കിയ എന്ന് പറയുന്നത് 200 ദിർഹമാണ്. 200 ദിർഹം എന്നത് 595 ഗ്രാം വെള്ളിയാണ്. ഇന്നലെ ഞാൻ നോക്കുമ്പോഴുള്ള വെള്ളിയുടെ വില എന്ന് പറയുന്നത് 84 രൂപയാണ് ഗ്രാമിന്. അങ്ങനെ വരുമ്പോൾ 595 ഗ്രാം വെള്ളിക്ക് 49,980 രൂപയാണ് വില വരും. ഒരു 20 രൂപ പണിക്കൂലിയും കൂടി നിങ്ങൾ കൂട്ടിക്കോളി, 50,000 രൂപ. 50,000 രൂപ ഒരു വർഷം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ 2 അഭിപ്രായങ്ങളുണ്ട് അതിൽ. രണ്ടും പറയണമല്ലോ. ഒന്ന്, നിങ്ങളുടെ അടിസ്ഥാന ചിലവ് കഴിച്ച് മിച്ചം നിങ്ങൾക്ക് 50,000 രൂപ വരുന്നുണ്ട് എങ്കിൽ മൊത്തം സമ്പാദ്യത്തിൻ്റെ 20% 2.5% നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ മറ്റൊരു അഭിപ്രായമുള്ളത്, എത്രയാണോ നമുക്ക് കിട്ടിയത് അതിന് കൊടുക്കണം എന്നുള്ളതാണ്. അഥവാ ചിലവ് കഴിക്കാതെ അതിൽ നിന്ന് കൊടുക്കണം എന്ന ഒരു അഭിപ്രായം കൂടി നിലവിലുണ്ട്. ചിലവ് കഴിച്ചിട്ടെങ്കിലും കൊടുക്കുക. അവിടെയും പടച്ചോനെ പറ്റിക്കാൻ ശ്രമിക്കരുതിട്ടു. അടിസ്ഥാന ആവശ്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമുക്ക് എത്ര കിട്ടിയാലാണ് തികയുക? എത്ര കിട്ടിയാലും നമ്മൾ കടക്കാരായിരിക്കും, നമുക്ക് തികയില്ലല്ലോ. അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യൻ്റെ കൽബെന്ന് പറയുന്നത് അവൻ്റെ വായിൽ മണ്ണ് വെക്കുന്ന സമയത്ത് മാത്രമേ അത് നിറയുള്ളൂ എന്ന് പറഞ്ഞാൽ മരിക്കണത് വരെ ആവശ്യമായിരിക്കും. എത്ര കിട്ടിയാലും നമുക്ക് നിറയില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതിൽ നിന്ന് അത്യാവശ്യം ചികിത്സയും ഭക്ഷണവും ഒക്കെയായി അത്യാവശ്യ ചിലവുകൾ കഴിച്ച് ബാക്കി ഒരു വർഷം തികയുമ്പോഴേക്ക് 50,000 രൂപ വരുന്നുണ്ട് എങ്കിൽ 2.5% സക്കാത്ത് നമ്മൾ നൽകണം. അത് നൽകിയില്ല എങ്കിൽ മിച്ചം വന്ന 50,000 രൂപയല്ല ഹറാമാവുന്നത്, ആ വർഷം നമ്മൾ സമ്പാദിച്ച മൊത്തം ഹറാമായിട്ട് മാറും എന്നുള്ളതാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾ ആ 2.5 എടുത്തിട്ടില്ലെങ്കിൽ 2.5 അല്ല 100 നിങ്ങൾക്ക് ഹലാലും തൊയ്യിബുമല്ലാത്ത അവസ്ഥയുണ്ടാകും. 2.5 എടുത്താലോ 97.5% നിങ്ങളുടേത് ഹലാലും തൊയ്യിബും ആകും. നിങ്ങൾക്ക് ഹലാലും തൊയ്യിബുമായ രൂപത്തിൽ അതിനെ വിനിയോഗിക്കുകയും ചെയ്യാം. സ്വർണത്തിൻ്റെത് 20 ദീനാർ എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായമുള്ളത്. 20 ദീനാർ എന്ന് പറയുന്നത് 85 ഗ്രാമാണ്. 10.5 പവൻ 10.5 പവൻ സ്വർണം ഉണ്ട് എങ്കിൽ 10.5 പവനൊന്നും ഇന്ന് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. 10.5 പവനൊന്നും ഒരു കണക്കേ അല്ല, കിലോയിലാണ് ഇപ്പോൾ നമ്മൾ പറയാം. 1 കിലോ കൊടുക്കുക, 1.5 കിലോ കൊടുക്കുക. അരിയും സവാളയൊക്കെ വാങ്ങണത് പോലെ മനുഷ്യന്മാർ സ്വർണം വാങ്ങി കൂട്ടണേ, സ്വർണം കൊടുക്കുന്നതും. പക്ഷേ അതിൽ നിന്നൊരു 2.5 എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസവും. അപ്പോൾ 10.5 പവൻ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതിൻ്റെ 2.5% കൊടുക്കണം. ആ 2.5%ൻ്റെ അർഹര് നമ്മളല്ല, അതിന് 8 വിഭാഗം ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണിയിട്ടുണ്ട്. 8 വിഭാഗം, ഫക്കീറും മിസ്കീനുമൊക്കെ. അതുകൂടി സൂചിപ്പിക്കണമല്ലോ. ഫക്കീറും മിസ്കീനുമൊക്കെയാണ് നൽകേണ്ടത്. എപ്പോൾ വേണമെങ്കിലും ഒരു മിസ്കീൻ ഉണ്ടാവാം. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മിസ്കീനായ കുറേ കച്ചവടക്കാരുണ്ട്. മിസ്കീനിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. അവൻ്റെ അവസ്ഥ ഉള്ളിൽ പോയി അന്വേഷിച്ചറിയുന്നവന് മാത്രമേ മിസ്കീനിനെ കണ്ടെത്താൻ കഴിയുള്ളൂ. ഫക്കീറിനെ നമുക്ക് കണ്ടാലറിയാം, അവൻ ചോദിച്ചു വരികയും ചെയ്യും, നമ്മുടെ മുന്നിൽ വന്ന് ചോദിക്കും അവൻ. പക്ഷെ മിസ്കീൻ അങ്ങനെയല്ല. മാന്യനായി നമ്മുടെ കൂടെ ഇങ്ങനെ അലക്കി തേച്ച വസ്ത്രം ധരിച്ച് നമ്മളോടൊപ്പം അവനിങ്ങനെ നടക്കും. പക്ഷേ വീട്ടിൽ അടുപ്പ് പുകയുന്നുണ്ടാവില്ല. അവനെ കണ്ടെത്തിയിട്ട് അവൻ്റെ വിഹിതം അവരിൽ എത്തിക്കണം. അത് സംഘടിതമായി ചെയ്യാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എത്രയാണോ, അത് ചെറിയ തുകയാണ് എങ്കിൽ പോലും ആ വിഹിതം എടുത്തു കൊടുക്കുവാനുള്ള മനസ്സ് ഉണ്ടാവണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സക്കാത്ത് പോലെ തന്നെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യമാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്.
നമ്മൾ റമദാനിൻ്റെ അവസാന ദിനങ്ങളിലാണ്. ഫിത്ർ സക്കാത്തിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തുഹ്റത്തുൻ ലിസ്സായിം വ തുഅമത്തുൻ ലിൽ മസാക്കീൻ. മിസ്കീന്മാരായ ആളുകൾക്ക് ഭക്ഷണവും നോമ്പ് നോറ്റ ആളുകൾക്ക് അവരുടെ നോമ്പിൽ വന്നു പോയിട്ടുള്ള സ്ഖലിതങ്ങളിൽ നിന്ന് അവരെ ശുദ്ധിയാക്കുവാനുമുള്ളതാണ് ഫിത്ർ സക്കാത്ത് എന്ന് പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ ഫിത്ർ സക്കാത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? നമ്മൾ മുസല്ലയിലേക്ക് ഈദ് നമസ്കാരത്തിന് വേണ്ടി മുസല്ലയിലേക്ക് പോകുന്നതിന് മുൻപ്, നമസ്കാരത്തിന് മുന്നോടിയായി ആ ഫിത്ർ സക്കാത്ത് നമ്മൾ നൽകിയിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നൽകുന്നത് എങ്കിൽ അതിനെ സ്വതക്കയായിട്ടാണ് പരിഗണിക്കുക, ഫിത്ർ സക്കാത്തായി പരിഗണിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഒരു സ്വാ ആണ് പ്രവാചകൻ്റെ കണക്ക്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ 2 കൈകൾ കൂട്ടി അവന് ധാന്യത്തിൽ നിന്ന് വാരിയെടുക്കാൻ കഴിയുന്ന 4 മുദ് എന്നാണ് ഫിഖിൻ്റെ ടെർമിനോളജിയിൽ പറയാം. 4 മുദ് ഏകദേശം 2.03 ഗ്രാം മുതൽ 2 കിലോ 3 ഗ്രാം മുതൽ 2 കിലോ 600 ഗ്രാം വരെ ഏകദേശം അതിൻ്റെ കണക്ക് വരാറുണ്ട്. അത് നമ്മൾ 2.5 കിലോ എന്ന് കണക്കാക്കിയാണ് ഫിത്ർ സക്കാത്ത് നൽകാറുള്ളത്. അത് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും, അത് ഇന്ന് ജനിച്ച കുട്ടിയുണ്ട് എങ്കിൽ അതിന് വരെയും എന്ത് വേണം? ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ആളുടെ തലയെണ്ണി ആ സക്കാത്ത് കൊടുക്കണം. ഏകദേശം നമ്മുടെ പള്ളിയിൽ അത് ശേഖരിക്കാനും വിതരണം ചെയ്യുവാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടുന്നത്, ഇത് സാധുക്കളായ മിസ്കീന്മാരായിട്ടുള്ള ആളുകൾ പെരുന്നാളിലും പട്ടിണിയില്ലാതെ സന്തോഷത്തോടു കൂടി കഴിയുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അത് ആ പെരുന്നാളിന് മുൻപ് തന്നെ അവരിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. പള്ളിയിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. 2 തരത്തിലാണുള്ളത്. ഒന്ന്, നമ്മുടെ പ്രദേശത്ത് വിതരണം ചെയ്യുന്നതിനായി അതിൻ്റെ ഓഹരി 120 രൂപയും, നമ്മുടെ കേരളത്തിന് പുറത്ത് ഉത്തർപ്രദേശ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ വടക്കൻ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം കൂടിയുണ്ട്. അതിനാണ് എങ്കിൽ 100 രൂപയുമാണ് വിഹിതമായി നിശ്ചയിച്ചിട്ടുള്ളത്. ഏതിനാണോ താല്പര്യമുള്ളത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി കാണുകയും നമ്മുടെ ബാധ്യത കൊടുത്ത് അവർക്ക് ആ വിതരണം എളുപ്പമാക്കും വിധത്തിൽ, പെരുന്നാളിൻ്റെ തലേന്ന് ആക്കാൻ നിൽക്കേണ്ട, നമ്മൾ 2-3 ദിവസം ഒക്കെ മുന്നേ കൊടുക്കാൻ കഴിയും എന്ന് സ്വഹാബിമാരുടെ അഭിപ്രായം രേഖപ്പെടുത്തപ്പെട്ടതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴാണോ നമുക്ക് കഴിയുക അത്രയും വേഗത്തിൽ നമ്മുടെ ഫിത്ർ സക്കാത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ എത്തിക്കുകയും അവർക്ക് വിതരണം എളുപ്പത്തിൽ സാധ്യമാവുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. നമ്മൾ പറഞ്ഞല്ലോ, ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് മിസ്കീനിന് ഭക്ഷണമാണ്. നമ്മൾ ഒരു നാട്ടിലെ ഒരു ധാന്യം, പ്രധാന ധാന്യം എന്താണോ, നമ്മുടെ നാട്ടിൽ അരിയാണ് നമ്മൾ കൊടുക്കുക. അരി മാത്രം കിട്ടിയത് കൊണ്ട് ഒരു വീട്ടിൽ പെരുന്നാൾ സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതല്ലാത്തതും ലഭിക്കണം. പക്ഷെ അതിനാണ് ഇസ്ലാം സ്വതക്കകളെ പ്രോത്സാഹിപ്പിച്ചത്. നമ്മൾ ഫിത്ർ സക്കാത്തിനോടൊപ്പം തന്നെ സ്വതക്കകൾ കൊടുക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിലേ അവർക്ക് മാന്യമായി അവരുടെ പെരുന്നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. സ്വഹാബിമാരൊക്കെ അവരുടെ സ്വതക്കയുടെ കാര്യത്തിൽ കാണിച്ചിരുന്ന ഗൗരവം എത്രയാണ് എന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, നമുക്കറിയാം, പേർഷ്യക്കാരനായ ധന്യതയുടെ മടിത്തട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ, അഗ്നി ആരാധകനായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി അവർ ആരാധിക്കുന്നതിന് വേണ്ടി കത്തിച്ചു വെച്ച ആ ദീപം അണയാതെ നോക്കുക എന്നുള്ളതാണ്. അതിന് വലിയ പ്രതിഫലവുമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹം ഇസ്ലാമിലേക്കുള്ള വഴി അത് വിശദമായി ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇസ്ലാമിലെത്തിയതിന് ശേഷം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ചതിന് ശേഷം മരണാസന്നനായി തൻ്റെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്നൊരു സന്ദർഭമുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് വീട്ടിലേക്ക് കയറുന്നത് തന്നെ തല നന്നായി കുമ്പിട്ടിട്ടാണ്. അത്രയും ദാരിദ്ര്യത്തിൽ കഴിയുന്ന വീടാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്ന സമയത്ത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കരയുന്നതായിട്ടാണ് സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു കണ്ടത്. ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ കാണുന്നതിനൊക്കെ ഞാൻ പടച്ചവനോട് സമാധാനം പറയണമല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിഷമം.
സഅദ് ഇബ്നു അബീ വഖാസ് ചുറ്റും നോക്കിയപ്പോൾ അവിടെ ആകെ ഉള്ളത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു പാത്രവും വെള്ളം കുടിക്കാനുള്ള ഒരു ഗ്ലാസും മണ്ണിൽ വിരിച്ച് അദ്ദേഹത്തെ കിടത്തിയിരിക്കുന്ന പായും മാത്രമാണ്. ബാക്കിയെല്ലാം സ്വതക്കെ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ആലോചിച്ചിട്ടാണ് കരയണത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങ് പേടിക്കേണ്ടതില്ല, എഴുന്നേറ്റ് പോകാൻ കഴിയാത്തത് കൊണ്ടാണ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ കൊട്ടമിടയുന്ന ആളായിരുന്നു എന്നാണ്. 3 കൊട്ടമിടഞ്ഞാൽ അതിലൊരെണ്ണം സ്വതക്ക കൊടുക്കുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹമാണ് ഈ വേദന കൊണ്ട് ഇങ്ങനെ കരയുന്നത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ മരിച്ചു കഴിഞ്ഞാൽ ഞാനിത് സ്വതക്ക ചെയ്തോളാം താങ്കളുടെ പേരിൽ. അപ്പോഴാണ് അദ്ദേഹത്തിന് സന്തോഷമായത് എന്ന് പറയുന്നതായി കാണുവാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ ത്വയ്യിബ്, ആരെങ്കിലും അവൻ്റെ നല്ല സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കയുടെ ചീള് സ്വതക്ക കൊടുക്കുകയാണ് എങ്കിൽ ഫഇന്നല്ലാഹ യഖ്ബലുഹാ ബിയമീനിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വലം കൈകൊണ്ട് അതിനെ സ്വീകരിക്കുകയും സുമ്മ യുറബ്ബിഹ ലി സ്വാഹിബിഹ, അത് കൊടുത്തവന് വേണ്ടി അള്ളാഹു അതിനെ വളർത്തുകയും ചെയ്യും. കമാ യുറബ്ബി അഹദുക്കും ഫുലുവഹു, ഒരാൾ അവൻ്റെ കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ അത്രയും ശ്രദ്ധയോടുകൂടി റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ആ ചെറിയ സ്വതക്കയെ പടച്ച റബ്ബ് വളർത്തിക്കൊണ്ടുവരും. ഏതുപോലെ ഹത്താ തക്കൂനു മിസ്ലൽ ജബൽ, ഒരു പർവ്വതത്തോളം അതിനെ വലുതാക്കി നാളെ പരലോകത്ത് അവന് നൽകും എന്നാണ്. അതുകൊണ്ട് സ്വതക്കയുടെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറുതാണ് എങ്കിലും ആ ചെറുത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരലോകത്ത് കിട്ടാനുള്ളത് വലിയ പ്രതിഫലമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചെറുത് എന്ന് കരുതുന്നത് പലരുടെയും ജീവിതത്തിൽ വലിയ ഔദാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക കൂടി വേണം. ആ രൂപത്തിൽ സ്വതക്കയെ കൂടി സമീപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയിലെ ഇന്നത്തെ കളക്ഷൻ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്. ആ കാര്യത്തിലും അതും ഒരു ജാരിയായ സ്വതക്ക എന്ന രൂപത്തിൽ എന്നും ഖബറിലേക്ക് പ്രതിഫലം എത്തുന്ന ഒരു സ്വതക്ക എന്ന രൂപത്തിലാണ് നാം അതിനെയും കാണേണ്ടുന്നത്. ആ മേഖലകളിലും നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കേണ്ടതുണ്ട്. റബ്ബ് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ഈ റമളാനിൻ്റെ പകലിൽ, ഈ കഠിനമായ വേനൽ, വെള്ളവും ഭക്ഷണവും എല്ലാം ഉപേക്ഷിച്ച് നിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് നിനക്കായി നോമ്പ് നോറ്റ ആളുകളാണ് റബ്ബെ. ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിച്ച് റിയാൻ എന്ന കവാടത്തിലൂടെ സ്വർഗം കരഗതമാകുന്ന വിശ്വാസികളിൽ, നോമ്പുകാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാൻ. രാത്രിയിൽ നിൻ്റെ പ്രതിഫലവും നിൻ്റെ പാപമോചനവും മാത്രമായിരുന്നു നിന്ന് നമസ്കരിക്കുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ പാപങ്ങളെ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ സ്വീകരിച്ച് നീ പുറത്തു തരണമേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ പാരായണം ചെയ്തത് റബ്ബേ, അത് നാളെ പരലോകത്ത് ഞങ്ങൾക്ക് ശഫാഅത്തായി വരും എന്ന പ്രതീക്ഷയോടുകൂടിയാണ്. അതിൻ്റെ ഹർഫുകൾക്ക് നീ വാഗ്ദത്തം ചെയ്ത പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാളെ ഞങ്ങൾക്ക് അനുകൂലമായി ശുപാർശ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഖുർആനിനെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് എതിരെ സാക്ഷി പറയുന്ന ഖുർആനായി ഞങ്ങളുടെ ഖുർആനിനെ നീ മാറ്റല്ലേ റബ്ബെ. ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. പലരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, പട്ടണക്കാടുള്ള ബഷീർ സാഹിബിനെ പോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളാൽ അദ്ദേഹം വീട്ടിൽ ഇപ്പോഴും ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ രോഗം റബ്ബെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അവരുടെ രോഗങ്ങളെ നീ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. പടച്ചവനെ, ഫലസ്തീനിൽ ഇന്നും കണ്ണീരോടുകൂടി കഴിയുന്ന ഒരുപാട് മക്കളുണ്ട്. അവരുടെ കൽബുകൾക്ക് നീ സമാധാനം നൽകണമേ തമ്പുരാനെ. വലിയ പ്രയാസങ്ങൾ, വലിയ രോഗങ്ങൾ, വലിയ മുറിവുകളുമായി ആശുപത്രിയിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഫലസ്തീനിലുണ്ട്. പ്രയാസങ്ങൾ നേരിടുന്നവർ, യുദ്ധമുഖത്ത് കണ്ണീരോടുകൂടി കഴിയുന്നവർ, എപ്പോൾ വേണമെങ്കിലും അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി പോകേണ്ടി വരും എന്ന
വിചാരത്തോടുകൂടി കഴിയുന്നവർ, നിർഭയത്വം നഷ്ടപ്പെട്ടു പോയ ആളുകൾ, അവരുടെ മനസ്സുകൾക്ക് നീ സമാധാനം നൽകണമേ തമ്പുരാനെ. അവരുടെ നാടിനെ നീ സമാധാനമുള്ള നാടാക്കി മാറ്റണമേ തമ്പുരാനെ. പടച്ചവനെ, അതിന് കോപ്പ് കൂട്ടുന്ന ആളുകൾ, അവരുടെ കുതന്ത്രങ്ങളെ തകർക്കാൻ കഴിവുള്ളവൻ നീ മാത്രമാണ് നാഥ. അള്ളാഹുവെ, അവരുടെ കുതന്ത്രങ്ങൾക്ക് നീ മറുപടി നൽകണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار. اللهم أجرنا من